എന്ന് കണ്ടിട്ട് നമുക്ക് വളരെയധികം ആനന്ദത്തോടു കൂടി ഇതിനെ നോക്കിക്കാണാനുള്ള കഴിവുണ്ടാവുന്നതാണ്. ആനന്ദം, ജ്ഞാനം, സ്വാതന്ത്ര്യം, ഈ സ്വരൂപമാണ് ആത്മാവിൻ്റേത്. അപ്പോൾ ജ്ഞാനാനന്ദ സ്വതന്ത്ര സ്വരൂപിയായിട്ട് ഈ പ്രപഞ്ച വിധാനത്തെ കണ്ട് രസിക്കാനുള്ള അതിമഹത്തരമായിട്ടുള്ളൊരു പദ്ധതിയാണ് ജീവിതം എന്ന് പറയുന്നത്. കുഷ്ഠരോഗിയോ അതേമാതിരി തന്നെ. കുഷ്ഠരോഗി അദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗം എന്ന അവസ്ഥയെ കണ്ട് രസിക്കാൻ വേണ്ടിയാണ് കുഷ്ഠരോഗി എന്ന അവസ്ഥ എടുത്തിരിക്കുന്നത്. 10 എംഎക്കാർ കൂടിയിട്ടൊരു നാടകം അഭിനയിക്കുന്നു. ഒരാൾ കുഷ്ഠരോഗിയായിട്ട്, ഒരാൾ രാജാവായിട്ട്, ഒരാൾ മന്ത്രിയായിട്ടൊക്കെ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ അന്തര്യാമിയായിട്ടുള്ള അവർക്കറിയാലോ ഞങ്ങളൊക്കെ സ്വന്തക്കാരാണെന്ന്. പക്ഷേ ഇതൊരു വേഷം എടുത്തിരിക്കുക. ആ വേഷം എത്ര ഭംഗിയായിട്ട് അഭിനയിക്കണം. അപ്പോൾ കുഷ്ഠരോഗിയോട് മറ്റേ ആൾ പറയാം, മഹാരാജാവ് പറയാം, നിൻ്റെ വേഷം അസലായിട്ട് കേട്ടോ, തനി കുഷ്ഠരോഗിയാന്ന് തോന്നുമായിരുന്നു, നന്നായിട്ടുണ്ട് അസൽ. ഇതുപോലെ അന്തര്യാമിയാ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വേഷം എടുത്ത് എന്തിനു വേണ്ടിയായിരുന്നു? ആ വേഷത്തിലൂടെ ബ്രഹ്മാണ്ടത്തെ നോക്കി കണ്ട് രസിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് ബോധ്യമാവും. വേഷം എടുത്ത് കളിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു സഹായം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാൽ എന്താണ്? ഒരു കുഷ്ഠരോഗിയായിട്ട് അഭിനയിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് മഹാരാജാവ് കുറച്ച് കാശ് കൊടുക്കുന്ന മാതിരിയാണ്. പക്ഷേ അദ്ദേഹത്തിന് അറിയാം ഇവരെല്ലാവരും ഒരേ ഡിഗ്രിക്കാരാണെന്ന്. പക്ഷേ താൽക്കാലികമായിട്ട് ഓരോ വേഷം എടുത്തതാണ്. എന്തിനു വേണ്ടി? ചില പാഠം പഠിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളെ നാട്ടിൽ നോക്കുക വെച്ചാൽ എത്രയോ അധികം കഷ്ടപ്പെടുന്നവരും ദുരിതമനുഭവിക്കും, ജന്മനാ കഷ്ടപ്പാടും ദുരിതമനുഭവിക്കുന്നവരൊക്കെ കാണാം. കാരണം എന്താണ്? ഓരോ വേഷങ്ങൾ എടുത്തിട്ട് ആ വേഷത്തിൻ്റെ അന്തര്യാമിയായിട്ട് എങ്ങനെയുണ്ട് നോക്കി കാണാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മളൊരു ടൗണിൽ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ പട്ടുവം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ കുഷ്ഠരോഗികളെ താമസിപ്പിക്കുന്ന സ്ഥലമുണ്ട്, എയ്ഡ്സ് രോഗികളെ താമസിപ്പിക്കുന്ന സ്ഥലമുണ്ട്, മന്ദബുദ്ധികളെ താമസിപ്പിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണുമല്ലോ നമ്മൾ. കാണാൻ രസമാണ്. ഇതുപോലെ തൻ്റെ ശരീരം, മനോ, ബുദ്ധിയാദികളടക്കം ദൃശ്യത്തിൽപ്പെട്ടതാണെങ്കിൽ പിന്നെ കുറച്ചും കൂടെ അടുത്ത് വെച്ച് കാണാൻ എനിക്ക് കിട്ടിയൊരു മഹനീയ സന്ദർഭമായിട്ടാണ് നമുക്കിത് അനുഭവപ്പെടുക എന്നർത്ഥം. അതുകൊണ്ട് പ്രപഞ്ച പ്രതിഭാസത്തെ നോക്കിക്കണ്ട് കാണുന്നതായ കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നതായിട്ടുള്ളൊരു മഹത്തായിട്ടുള്ള ശാസ്ത്രമാണ് ഈ ഉപനിഷത്ത് മുതലായ ശാസ്ത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. മഹത്തായിട്ടുള്ള ഈ സബ്ജക്റ്റീവ് അനാലിസിസ് നടത്തി റിസർച്ച് ചെയ്തതായിട്ടുള്ള മഹാത്മാക്കളായിട്ടുള്ള ഋഷീശ്വരന്മാർ കണ്ടെത്തിയാൽ ഈ ചെറിയ മാർഗം. ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ സയൻസാണെന്ന് പറയുന്നു ക്വാണ്ടം ഫിസിക്സ്. ക്വാണ്ടം ഫിസിക്സിൻ്റെ പിതാവ് ആരാണ്? മാക്സ് പ്ലാങ്ക്, ജർമ്മൻ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറയാണ്, ബ്രഹ്മാണ്ടത്തിൻ്റെ അനന്തതയെ കണ്ട് ഹബ്ലറിൽ കൂടെ നോക്കിയ സമയത്ത് ഒരു നക്ഷത്രത്തെ കണ്ടിരുന്നതിൻ്റെ പിന്നാലെ കോടാനുകോടി നക്ഷത്രങ്ങൾ പിന്നെയുണ്ട് എന്ന് കണ്ടറിഞ്ഞ സമയത്ത് അമ്പരന്ന് നമ്മളെല്ലാവരും കൂടി വിഷണ്ണരായിരിക്കുന്ന സമയത്താണ് ഉപനിഷത്തിലെ 2 വാക്കുകൾ സമാധാനത്തിന് വേണ്ടി എത്തിച്ചേർന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ്? ഒന്ന് ദൃഷ്ടാവ്, മറ്റ് ദൃശ്യങ്ങൾ. ഈ ശരീരമനോ ബുദ്ധിയാദികൾ അടക്കം ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ദൃശ്യങ്ങളാണ്. ദൃശ്യങ്ങൾ ഉണ്ടാവും, ഇല്ലാതാവും. പക്ഷേ ഈ ദൃഷ്ടാവ് ഒരിക്കലും ഇല്ലാതാവുന്നില്ല എന്നാണ്. ഈ ബോധത്തിൽ സംഭവിക്കുന്ന ചലനാത്മകതയാണ് ബ്രഹ്മാണ്ട ദൃശ്യങ്ങളെല്ലാം തന്നെ. ഈ ബോധം ഞാനാണ്, അതിനൊരിക്കലും നാശമില്ല. അതുകൊണ്ട് ഞാൻ അതാണ് എന്ന ഒരു ഈ ദൃഷ്ടാവ് ദൃശ്യം അല്ലെങ്കിൽ ദൃക്ക് ദൃശ്യം, സിയർ ആൻഡ് ദ സീൻസ്, ഈ 2 വാക്കാണ് എന്നെ ശാശ്വതമായ സമാധാനത്തിലേക്ക് നയിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, മാക്സ് പ്ലാങ്ക്. അതുകൊണ്ട് ഈ ഒരു ഈ ദാർശനികന്മാരെന്ന് പറയും, ദർശനശാസ്ത്രം എന്നൊക്കെ പറയാറുണ്ട് നമ്മളെ ശാസ്ത്രജ്ഞന്മാരെ. അതുകൊണ്ട് മഹർഷീശ്വരന്മാരായിട്ടുള്ള ആളുകൾ, മഹർഷീശ്വരന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് ജാതിയില്ല, മതമില്ല, ഒരു വസ്തുവില്ല. ആര് അന്തർമണ്ഡലത്തിലേക്ക് പിൻവലിഞ്ഞ് ധ്യാനം ചെയ്യുന്നോ അവർക്ക് മുഴുവനും കണ്ടെത്താൻ കഴിയുന്നതായുള്ള ശാശ്വതമായ ഒരവസ്ഥയാണ് അന്തര്യാമിത്വം എന്ന് പറയുന്നത്. ഈ അന്തര്യാമിത്വം തിരിച്ചറിഞ്ഞു കഴിഞ്ഞോടുകൂടി പ്രപഞ്ചത്തിൻ്റെ സകല പ്രശ്നങ്ങളും അവരെ സംബന്ധിച്ച് മാറി എന്നാണ്. പിന്നെ കഷ്ടപ്പെടുന്നതായ ആളുകളുടെ ഇടയിൽ കൂടി പോയി അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളൊരു വിനോദം മാത്രമായിരിക്കും അവർക്ക് ചെയ്യാനുള്ളത്. അത് ഗ്രന്ഥനിർമ്മാണത്തിലൂടെയോ സംഗീത നിർമ്മാണത്തിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കലാവൈഭവങ്ങളിൽ കൂടെ അവരങ്ങനെ നിർവഹിച്ചുകൊണ്ട് ഈ ബ്രഹ്മാണ്ടത്തിൽ അങ്ങനെ സുഖിക്കുന്നു, വിനോദിക്കുന്നു എന്നാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് ഈശ്വരന്മാർ, ദൈവങ്ങൾ. ദേവനെന്ന് പറഞ്ഞാൽ ലീല എന്നർത്ഥമാണ്. അങ്ങനെയുള്ളവരാണ് ദേവന്മാർ, ദൈവങ്ങൾ എന്നൊക്കെ പറയുന്ന ആൾക്കാർ. അതുകൊണ്ട് നമ്മളെ ഈ കാഴ്ചപ്പാട് നേരെയാക്കി തരുന്നതായിട്ടുള്ള ധ്യാനം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് ഒരു വസ്തുവും വേണ്ട, വെറുതെ ഇരുന്നാൽ മതി. വെറുതെ ഇരുന്ന് കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാഹ്യലോകത്തുനിന്ന് വിട്ട് ഇന്ദ്രിയത്തിലെത്തി, ഇന്ദ്രിയത്തിൽ നിന്ന് വിട്ട് മനസ്സിലെത്തി, മനസ്സിൽ നിന്ന് വിട്ട് ബുദ്ധിയിലെത്തി, ബുദ്ധിയിൽ നിന്നും വിട്ടിട്ട് അന്തര്യാമി എന്നുള്ള അഭാവം നമുക്ക് തെളിഞ്ഞു കിട്ടുന്നതാണ് പറയുന്നത്. ഇത് നിദ്രയിൽ നമുക്ക് അബോധാവസ്ഥയിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ സമാധി എന്ന് പറഞ്ഞ അവസ്ഥയിൽ അത് ബോധപൂർവ്വം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് ആ സമാധി എന്നുള്ള അവസ്ഥ എങ്ങനെയാണെന്നും അതിൻ്റെ ഓരോ പരിണാമങ്ങളും എപ്രകാരമാണെന്നും അതെങ്ങനെയാണ് ഒരു ജീവനെ ആത്യന്തികമായ ആ അന്തര്യാമി എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് നയിക്കുന്നതെന്നുള്ള മെക്കാനിസം, അതിൻ്റെ ടെക്നോളജിയൊക്കെ പതഞ്ജലി മഹർഷി അതിമനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ പാതഞ്ജല യോഗ സൂത്രം എന്ന് പറഞ്ഞ ശാസ്ത്രത്തിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. കേവലം 195 സൂത്രങ്ങളെ കൊണ്ട്
സർവ്വശാസ്ത്രങ്ങളും സമ്മറൈസ് ചെയ്ത് ഡെഫിനിഷനോടുകൂടി പറഞ്ഞു വെച്ച നിർവചനങ്ങളോടുകൂടി പറഞ്ഞു വെച്ചിരിക്കുന്ന അത്യത്ഭുതകരമായ ഒരു ശാസ്ത്രമാണ്. അതുകൊണ്ട് അടുത്ത വിഷയമായിട്ട് നമുക്ക് പാതഞ്ജലി യോഗസൂത്രത്തിൽ പറഞ്ഞതായ സമാധി എന്ന വിഷയത്തെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം.